ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സാഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ ഷോഡശമഃ ശ്ലോകഃ. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയ അഖായുരിന്ദ്രിയാ രാമോ മോഘം പാർത്ഥ സജീവതി. കർമ്മചക്രത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ശ്ലോകം. ഈ ശ്ലോകം പറയുന്നു, ഹേ പാർത്ഥ, ഇപ്രകാരം പ്രവർത്തിക്കുന്ന കർമ്മചക്രത്തെ ഈ ലോകത്തിൽ ഏതൊരുവനാണോ അനുവർത്തിക്കാത്തത് അവൻ പാപിയും വിഷയഭ്രാന്തനുമാകുകയും അവൻ്റെ ജീവിതം നിഷ്ഫലമാവുകയും ചെയ്യുന്നു. നാമത്തിലേക്ക് വരാം. നാമം 530. സർവായുധധര, സകലമാനമായ ആയുധങ്ങളും ധരിച്ചിട്ടുള്ളത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ സർവായുധധര എന്ന് വിശേഷിപ്പിക്കാം. ആയുധ എന്ന വാക്ക് മാത്രമായിട്ട് നോക്കുമ്പോൾ ആയുധം എന്നതിന് പുറമെ വെള്ളം, കരം എന്നീ അർത്ഥങ്ങളൊക്കെ അതിനുണ്ട് കേട്ടോ. എല്ലാ സാമഗ്രികളും അണിഞ്ഞിരിക്കുന്നവളാണ് നാം ആരാധിക്കുന്ന ദേവി. ജലത്തിൽ സർവവും സൂക്ഷിക്കുന്നവളാണവൾ. ജലരൂപത്തിൽ സർവത്തിലും വസിക്കുന്നവളാണവൾ. എല്ലാ സാമഗ്രികൾക്കും ആധാരഭൂതയായിട്ടുള്ളവളാണവൾ. ഇങ്ങനെയുള്ള നിരവധി അർത്ഥങ്ങൾ ഈ ഒറ്റ നാമത്തിൽ ചേർന്ന് പോകുന്നുണ്ട്. വല്ലഭന് പുല്ലും ആയുധം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നാമം, അല്ലേ? ഓരോ സാമഗ്രിയും ശക്തിക്ക് ആയുധമായിട്ട് മാറുകയാണ് എന്ന് പറയുമ്പോൾ ഒരായുധം തന്നെ ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കുന്നു എന്നല്ല കാണേണ്ടത്. ഓരോരോ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ആ സാഹചര്യവും സന്ദർഭവും അതിന് യോജിക്കുന്നുണ്ടെങ്കിലാണ് അത്തരം ആയുധങ്ങൾ ഉരുത്തിരിയുന്നത്. നമ്മുടെ പുരാണത്തിൽ തന്നെ അത്തരം നിരവധി കഥാസന്ദർഭങ്ങളുണ്ടല്ലേ. കാക്കയുടെ വേഷത്തിൽ വന്ന ഇന്ദ്രപുത്രനായ ജയന്തനെ പാഠം പഠിപ്പിക്കുവാൻ ശ്രീരാമചന്ദ്രൻ എന്താണ് ഉപയോഗിച്ചത്? ഈയപ്പുല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പാണ്ഡവരുടെയും കൗരവരുടെയും ബാല്യത്തിൽ പൊട്ടക്കിണറ്റിൽ വീണ് പന്തെടുക്കാൻ ദ്രോണാചാര്യർക്ക് എന്തായിരുന്നു ആയുധം? ദർഭപുല്ലുകളായിരുന്നു. ഇത് ഭക്തിയിലൂടെ നോക്കുമ്പോഴോ നരസിംഹത്തിന് ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുവാൻ കൈനഖങ്ങളായിരുന്നു ആയുധം. വൃത്രനെ വധിക്കുവാൻ ദേവേന്ദ്രന് തിരമാലയുടെ നുരയായിരുന്നു ആയുധം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ലഭ്യമായിട്ടുള്ളവയാണ് ആയുധങ്ങളായിട്ട് പരിണമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതിന് ഇന്ന സാധനം തന്നെ വേണമെന്നില്ല. അതാണ് പറഞ്ഞത്, കാലവും സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുകൂലമാകുമ്പോൾ ഏതൊന്നും ആയുധമായിട്ട് മാറും. ഇനി ജലത്തിൽ സർവവും സൂക്ഷിച്ചിരിക്കുന്നു എന്ന വ്യാഖ്യാനം നോക്കാം. അപ്പോൾ ഒരു ജീവസൃഷ്ടിയെ തന്നെയാണ് ഉദാഹരിക്കേണ്ടത്. ജീവികളുടെ വാസനകളും കർമ്മങ്ങളുമാണ് അവയുടെ പ്രകൃതത്തെ നിശ്ചയിക്കുന്നത്, അല്ലേ? പ്രകൃതമാണ് സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. സ്വഭാവം ജീനുകളിലേക്ക് കുടിയേറുന്നു. ജീവികളിൽ നിന്ന് ജീവികളിലേക്ക് ഇത് മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യരെ മാത്രം നോക്കുമ്പോൾ തന്നെ ഓരോ മനുഷ്യനിലും സ്വഭാവം വ്യത്യസ്തമായിരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലേ? എന്നെപ്പോലെയല്ല നിങ്ങൾ, നിങ്ങളെപ്പോലെയല്ല മറ്റുള്ളവർ. അങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് സ്വഭാവം. അങ്ങനെയുള്ള ജീവനെ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ജലത്തിലാണ് എന്ന് പറയുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിൻ്റെ സവിശേഷത കൂടെയാണ് ഓർക്കേണ്ടത്. താൻ ഉൾക്കൊള്ളുന്ന വസ്തുവിൻ്റെ ആകൃതി കൈക്കൊള്ളുക എന്നുള്ളതാണ് ജലത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ധർമ്മം. നമുക്കിനി വർത്തമാനകാലവുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ജലം പോലെ എന്തിനും പാത്രമായിട്ടുള്ള വ്യക്തികളെയാണ് ബന്ധിപ്പിക്കാനുള്ളത്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ദേവി അങ്ങനെ തന്നെയാണ്. അങ്ങനെ പാത്രമാകുമ്പോൾ മാത്രമേ അതിന് ഈ പ്രപഞ്ചത്തിൽ അസ്തിത്വം ഉണ്ടാകുന്നുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ സ്വീകാര്യത ഉണ്ടാകുന്നുള്ളൂ. ജലം പോലെ എന്തിനും പാത്രീഭവിക്കുന്ന ജനങ്ങൾ മറ്റു ജനങ്ങളെക്കാൾ കൂടുതൽ സവിശേഷരായിട്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? പ്രതികൂല കാലാവസ്ഥയെപ്പോലും തനിക്ക് അനുകൂലമാക്കുവാൻ അത്തരക്കാർക്ക് സാധിക്കുമെന്നുള്ളത് നിസ്സംശയമാണ്. നമുക്കിതിനെ അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം. അക്ഷരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവയുടെ സവിശേഷതയായ സ്വരമായിട്ട് വിളങ്ങുന്നവളാണ് നമ്മുടെ ദേവി എന്നപ്പോൾ മനസ്സിലാക്കുക. ആരാധനാ സ്വരൂപത്തിലൂടെ നോക്കുമ്പോൾ വിവിധമായിട്ടുള്ള ആയുധങ്ങളെ ധരിക്കുന്നവളാണ് മഹാദേവി. അവിടെ തിരിഞ്ഞെടുത്ത ആയുധങ്ങൾക്ക് പ്രസക്തിയേയില്ല. കൂടാതെ അനേകം കൈകളുള്ളവൾ കൂടെയാണ് നമ്മുടെ ദേവി. നാനാവിധ കർമ്മങ്ങളാണ് ആ കൈകളുടെ ബിംബവത്കരണം.
ആ കൈകളിലൊക്കെ ഓരോരോ ആയുധങ്ങളുമുണ്ട് ദേവിക്ക്. അന്നേരം ആയുധങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നത് വിഷയമേ ആവുന്നില്ല. ആ ആയുധങ്ങളിൽ നിന്നാണ് മറ്റ് ശക്തി ചൈതന്യങ്ങൾക്ക് ദേവി ആയുധങ്ങൾ സമ്മാനിക്കുന്നത്. സുബ്രഹ്മണ്യൻ തന്നെ ആയുധം കൊടുത്ത ദേവി തൻ്റെ ശൂലത്തിൽ നിന്നാണ്, ഇല്ലേ? എന്നാൽ ദേവിക്ക് ആയുധങ്ങൾ സമ്മാനിക്കുന്ന ആരാണ്? നമ്മൾ ഭക്തരാണ്. മഹിഷാസുര നിഗ്രഹത്തിനായിട്ട് അവതരിക്കുന്ന കാത്യായനിക്ക് വിവിധ ആയുധങ്ങൾ നൽകുന്നത് ആരാണെന്നറിയാലോ, അല്ലേ? സകലമാന ദേവങ്ങളും കൂടെ ചേർന്നിട്ടാണ് ദേവിക്ക് ഓരോരോ ആയുധങ്ങളെ സമ്മാനിക്കുന്നത്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ നാമത്തിലൂടെ നാം മനസ്സിലാക്കാനുള്ളത് പ്രകൃതത്തെക്കുറിച്ചാണ്. അങ്ങനെ അന്യോന്യം വിവിധ തരത്തിലുള്ള പ്രകൃതങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ നാമത്തിൻ്റെ പര്യവസാനം. നമസ്കാര ശബ്ദം. ഓം സർവായുധധരായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി. ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ഓം